ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2025-26 PSC ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ചില പദ്ധതികൾ നിങ്ങൾക്ക് സംശയമുള്ളവയായിരിക്കും, ചില പദ്ധതികൾ മാറിപ്പോകാൻ സാധ്യതയുള്ളവയുണ്ട്, ചില പദ്ധതികൾ നിങ്ങൾക്ക് പുതിയതായിട്ടൊക്കെ തോന്നും. എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ആത്മവിശ്വാസത്തോടെ നേരിടുക. തീരദേശ മേഖലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി തൊഴിൽ തീരം. തൊഴിൽ തീരമാണ് തീരദേശ മേഖലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. മനുഷ്യക്കടത്ത് തടയുന്നതിനും ഇരകളെ രക്ഷപ്പെടുത്തി പുനരധിവസിപ്പിക്കുന്നതിനും ആയി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി ഉജ്ജ്വല. ഉജ്ജ്വല മനുഷ്യക്കടത്ത് തടയുന്നതിനും ഇരകളെ രക്ഷപ്പെടുത്തി പുനരധിവസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനും കുറിപ്പടിയില്ലാതെ ഇവ വിൽക്കുന്നത് നിയന്ത്രിക്കുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനും കുറിപ്പടിയില്ലാതെ ഇവ വിൽക്കുന്നത് നിയന്ത്രിക്കുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി ഓപ്പറേഷൻ അമൃത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകൾ സൗജന്യമായി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി വാത്സല്യം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകൾ സൗജന്യമായി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി വാത്സല്യം. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായം ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? വിദ്യാസമുന്നതി. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായം ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? വിദ്യാസമുന്നതി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പ്രചോദനം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പ്രചോദനം. സ്ത്രീകൾക്ക് കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി കേരള വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോർത്ത്. സ്ത്രീകൾക്ക് കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി കേരള വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോർത്ത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കാനും കുടുംബങ്ങളെ സന്തോഷപ്രദമാക്കാനും ആവിഷ്കരിച്ച പദ്ധതി ഹാപ്പി ഫാമിലി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കാനും കുടുംബങ്ങളെ സന്തോഷപ്രദമാക്കാനും ആവിഷ്കരിച്ച പദ്ധതി ഹാപ്പി ഫാമിലി. ചെറുധാന്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക, അട്ടപ്പാടിയിലെ ആദിവാസി ജനതയുടെ തനതു ഭക്ഷണ രീതി തിരികെ കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി മില്ലറ്റ് ഗ്രാമം പദ്ധതി. ചെറുധാന്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക, അട്ടപ്പാടിയിലെ ആദിവാസി ജനതയുടെ തനതു ഭക്ഷണ രീതി തിരികെ കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി മില്ലറ്റ് ഗ്രാമം പദ്ധതി.
കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ജീവനി. പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ യെല്ലോ ബെൽ. പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ യെല്ലോ ബെൽ. പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പുതിയ പദ്ധതി കേട്ടിക്. പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പുതിയ പദ്ധതി കേട്ടിക്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിൻ അൻപ്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിൻ അൻപ്. IT വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീടിനടുത്ത് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലിടങ്ങൾ ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി വർക്ക് നിയർ ഹോം. IT വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീടിനടുത്ത് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലിടങ്ങൾ ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി വർക്ക് നിയർ ഹോം. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും മുൻനിർത്തി കേരള വനിതാ ശിശുവികസന വകുപ്പ് ക്യാമ്പസുകളിൽ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതി കനൽ. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും മുൻനിർത്തി കേരള വനിതാ ശിശുവികസന വകുപ്പ് ക്യാമ്പസുകളിൽ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതി കനൽ. അംഗൻവാടികൾ വഴി കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതി പോഷകബാല്യം. അംഗൻവാടികൾ വഴി കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന പദ്ധതി പോഷകബാല്യം. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതി ക്രൈം മാപ്പിംഗ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതി ക്രൈം മാപ്പിംഗ്. SSLC +2 പരീക്ഷകൾ അടുത്തിരിക്കെ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് കേരള പോലീസ് ആവിഷ്കരിച്ച ഏകീകൃത ഹെൽപ്പ് ഡെസ്ക് പദ്ധതി ചിരി. SSLC +2 പരീക്ഷകൾ അടുത്തിരിക്കെ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് കേരള പോലീസ് ആവിഷ്കരിച്ച ഏകീകൃത ഹെൽപ്പ് ഡെസ്ക് പദ്ധതി ചിരി. അക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും 24 മണിക്കൂറും സഹായവും താൽക്കാലിക അഭയവും നൽകുന്ന കുടുംബശ്രീ പദ്ധതി സ്നേഹിത. അക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും 24 മണിക്കൂറും സഹായവും താൽക്കാലിക അഭയവും നൽകുന്ന കുടുംബശ്രീ പദ്ധതി സ്നേഹിത. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാനും സ്വയം പൂർണ്ണതയിലേക്കുള്ള വഴിയൊരുക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതി നവോധൻ. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാനും സ്വയം പൂർണ്ണതയിലേക്കുള്ള വഴിയൊരുക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതി നവോധൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരിക്കുന്നത്. ഇതുമായിട്ട് കുറച്ച് പദ്ധതികളൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണേണ്ടവർ കാണുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.